ഹായ് ഫ്രണ്ട്സ്, സുജീസ് വേൾഡിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. പേപ്പർ ക്രാഫ്റ്റ് ആണ്, ആരും മിസ് ചെയ്യല്ലേ. ലേഡി ബഗ്, ബട്ടർഫ്ലൈ, കാറ്റർപില്ലർ ഇവ എങ്ങനെ പേപ്പർ കൊണ്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാമെന്നാണ് ഇന്നത്തെ ക്ലാസ്. എൻ്റെ ട്വിൻ സിസ്റ്റർ സുമിയാണ് ഇന്ന് നിങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ പോകുന്നത് കേട്ടോ. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്ലാസ്സാണേ, ആരും മിസ് ചെയ്യല്ലേ, കേട്ടോളൂ. വളരെ എളുപ്പത്തിൽ എങ്ങനെ നമുക്കൊരു പൂമ്പാറ്റയും ഒരു കാറ്റർപില്ലറും ഒരു ലേഡി ബഗും ഉണ്ടാക്കാൻ നോക്കാം. ആദ്യം നമുക്ക് ലേഡി ബഗ് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു റെഡ് കളർ പേപ്പറാണ് എടുത്തിരിക്കുന്നത്. ഒരു A4 ഷീറ്റ് പേപ്പറാണ്. കളേർഡ് ആയിട്ടുള്ള A4 ഷീറ്റ് പേപ്പേഴ്സ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ റെഡ് കളർ പേപ്പറിൽ നമ്മൾ ആദ്യം മൂന്ന് വട്ടമാണ് വെട്ടിയെടുക്കുന്നത്. അതായത് ഒന്ന് ഈ ചിറകിന്, ഒന്ന് ഈ ചിറകിന്, പിന്നെ ഒന്ന് ബേസ്. 3 വട്ടം സെയിം സൈസിൽ. ഇപ്പം ഞാൻ 5x5 എന്ന് എടുക്കുന്നു. ഈ മുകളിൽ പോർഷനില്ലേ, അതും ഒരു സർക്കിൾ തന്നെയാണ്. അതിനിപ്പോൾ നമുക്ക് ബ്ലാക്ക് കളർ ഇല്ലെങ്കിൽ ഒരു വൈറ്റ് കളർ എടുത്ത് ബ്ലാക്ക് കളർ നമുക്ക് പെയിൻ്റ് അടിച്ചാൽ മതിയാവും. സാധാരണ സ്കെച്ച് പെൻ വെച്ചോ അല്ലെങ്കിൽ ക്രയോൺ വെച്ചോ എന്ത് വെച്ചാണെങ്കിലും നമുക്ക് പെയിൻ്റ് അടിക്കാം. പിന്നെ അതിൽ 2 കണ്ണുകൾ, അതിനൊരു വൈറ്റ് കളറിൽ തന്നെ സർക്കിൾ വെട്ടിയിട്ട് നമ്മൾ ബ്ലാക്ക് കളർ ഡോട്ട്സ് കൊടുക്കുക ചെയ്യുന്നത്. പിന്നെ ഈ ഭാഗത്തിന് ഒന്നില്ലെങ്കിൽ ബ്ലാക്കോ റെഡോ ഏത് വേണേലും എടുക്കാം. ഓക്കെ, തുടങ്ങാം. നമ്മളിപ്പോൾ ആവശ്യമുള്ള പേപ്പേഴ്സൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. റെഡ് കളർ പേപ്പർ 6x6 ആയിട്ട് 3 കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ബ്ലാക്ക് കളർ പേപ്പർ കട്ട് ചെയ്തിട്ടുണ്ട്. അത് 4x4 ഡയമീറ്റർ ആയിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ ഒരു സ്ട്രിപ്പ്, അത് ഒരു 10 സെൻറ്റിമീറ്റർ നീളത്തിൽ എടുത്തിട്ടുണ്ട്. അത് ഈ കൊമ്പിൻ്റെ ഭാഗത്തിന് വേണ്ടിയിട്ട്. ഓക്കെ, ഇനി നമുക്ക് ഒട്ടിച്ചു തുടങ്ങാം. ഈസിയാന്നേ. സർക്കിൾ എടുക്കുന്നു, അതിങ്ങനെ 2ആയി മടക്കുന്ന ചിറകാണ്. പിന്നെ മറ്റൊരു സർക്കിൾ എടുക്കുന്നു, അതും ഇങ്ങനെ 2ആയിട്ട് മടക്കുന്നു. നെക്സ്റ്റ് സർക്കിൾ എടുത്തിട്ട് ഗ്ലൂ തേക്കാം. ഈ 2 പോർഷനിൽ മതിയാവും. നമ്മൾ ഇങ്ങനെ ഡയഗണലി ഒട്ടിക്കാം. ഓക്കെ, ചെറുതായി. ഇനി നമ്മുടെ ബ്ലാക്ക് എടുക്കാം. അതിൻ്റെ ഒരു പകുതിയിൽ നിന്ന് താഴ്ചോടെയായിട്ട് ഗം തേച്ചിട്ട് ഒട്ടിച്ചു. ഓക്കെ, നമ്മുടെ കണ്ണുകൾ അത് 2 എടുത്തിട്ട് ഇവിടെ ഒട്ടിക്കാം. അഗെയിൻ നെക്സ്റ്റ് 1 എടുത്തിട്ട് ഇവിടെ ഒട്ടിക്കാം. കഴിഞ്ഞു. പിന്നെ നമുക്ക് ആ സ്ട്രിപ്പ് പറഞ്ഞത് 2 കഷ്ണാക്കാം. ജസ്റ്റ് ഒന്നിങ്ങനെ ചുരുട്ടി കൊടുക്കുക. ഒരു സൈഡ് ഇങ്ങനെ റോൾ ചെയ്ത് ചുരുട്ടി കൊടുക്കുക. ഓക്കെ, അതിനി ഇവിടെ സ്റ്റിക്ക് ചെയ്യാം. ഓക്കെ, ഒന്നൊരു സൈഡിലും മറ്റൊരു സൈഡിലും സ്റ്റിക്ക് ചെയ്യാം. നെക്സ്റ്റ് എടുക്കാം. നെക്സ്റ്റും ഇതുപോലെ റോൾ ചെയ്യാം. എന്നിട്ട് ഈ സൈഡ് ഒട്ടിച്ചു കൊടുക്കാം. അത്ര നീളം വേണമെന്നില്ല, ആവശ്യാനുസരിച്ച് നമുക്കറിയാലോ. ഒട്ടിച്ചു കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ഒരു ബ്ലാക്ക് കളർ സ്കെച്ചോ അല്ലെങ്കിൽ ഒരു പേന. ഇപ്പം എൻ്റെ കയ്യിൽ പേനയാണ്. ഞാനൊരു പേന എടുത്തിട്ട് അതിലിങ്ങനെ കണ്ണ് വരയ്ക്കുന്നു. ഓക്കെ, ഇനി ഇതിൻ്റെ ദേഹം ഫുള്ള് ഡോട്ടുകൾ ഉണ്ടാവും അല്ലേ, അതിങ്ങനെ ഡോട്ടുകൾ കൊടുക്കാം.
ഓക്കെ, അതുപോലെ തന്നെ ഈ സൈഡും കൊടുക്കുക. സ്കെച്ച് പെൻ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെറ്റർ കേട്ടോ. കളർ പെൻസിലോ സ്കെച്ച് പേനയോ ഏതായാലും ബ്ലാക്ക് കളർ എൻ്റെ മേത്തുള്ള ഡോട്ടുകൾ ഇങ്ങനെ കൊടുത്തു. ഇനി ഈ പോർഷൻ ഉണ്ടല്ലോ, ഈ നടുക്കത്തെ പോർഷൻ, അവിടെയും നമ്മൾ ബ്ലാക്ക് കളറാണ് കൊടുക്കുന്നത്. ഓക്കെ, അവിടെയും നമ്മൾ ബ്ലാക്ക് കളർ കൊടുത്തു. നല്ല രീതിയിൽ പെയിൻറ്റ് ചെയ്യാം. നോക്കൂ, നമ്മുടെ ലേഡി ബഗ് റെഡിയായി. ഓക്കെ, കൂട്ടിന് വേറൊരാളും, 2 ലേഡി ബഗ്. ഇനി നമുക്ക് അടുത്തത് നോക്കാം. പില്ലർ ഉണ്ടാക്കാം. ഇത് വളരെ എളുപ്പമാണ്. ഇതിന് 3 പാർട്ടാണുള്ളത്. ഒന്ന് അടിഭാഗം, പിന്നെ അതൊന്ന് ഇങ്ങനെ റൗണ്ട് ചെയ്ത് വന്ന ഭാഗം, പിന്നെ അതിങ്ങനെ ഇവിടെ പേസ്റ്റ് ചെയ്യുന്ന ഒരു ചെറിയൊരു ഭാഗം. 3 പാർട്ട്. ഓക്കെ, അതിന് ഗ്രീൻ കളർ പേപ്പറും പിന്നെ അതിൻ്റെ ഫേസ് യെല്ലോയോ റെഡോ ഏത് വേണേലും യൂസ് ചെയ്യാം. നമ്മൾ എടുക്കുന്ന പേപ്പറിൻ്റെ ലെങ്ത് അനുസരിച്ചിരിക്കും കാറ്റർപില്ലറിൻ്റെ ലെങ്ത്. ഞാനിപ്പോൾ ഇങ്ങനെ ഒരു പേപ്പർ എടുക്കുന്നു, സാധാരണ ഒരു A4 ഷീറ്റ് പേപ്പർ, കളേർഡ് ആയിട്ടുള്ളത് എടുക്കുന്നു. ഒരു പകുതിയാണ് എടുക്കുന്നത്. അതിൽ ഞാൻ പറഞ്ഞു 3 ഭാഗം ഉണ്ടെന്ന്. പേസ്റ്റ് ചെയ്യേണ്ട ഒട്ടിക്കേണ്ട ഭാഗം 1 സെൻറ്റിമീറ്റർ വീതിയിൽ ഒന്ന് വരച്ചു കൊടുക്കുക. നെക്സ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് നമ്മൾ ഈ പൊന്തി നിൽക്കുന്ന ഭാഗം, ഈ കവർ ചെയ്യുന്ന ഈ ഭാഗമാണ്. അപ്പോൾ വണ്ണുള്ള കാറ്റർപില്ലർ വേണമെങ്കിൽ അത് കുറച്ച് ലെങ്ത്തിൽ എടുക്കുക, അല്ല വണ്ണം കുറവ് മതിയെങ്കിൽ അതിനനുസരിച്ച് സെൻറ്റിമീറ്റേഴ്സ് കുറച്ചെടുക്കുക. ഞാനിപ്പോൾ ഒരു 4 സെൻറ്റിമീറ്റേഴ്സാണ് ഈ കർവ്ഡ് പാർട്ടിന് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ ഒരു ലൈൻ വരച്ചു കൊടുക്കാം. പിന്നെ അതിൻ്റെ ബേസും അതെ ആ വീതിൻ്റെ സെയിം ആയിട്ട് അതിന് ഏകദേശം ഒരു വരുന്ന രീതിയിൽ ഒരു 3 എടുത്തു. ഓക്കെ, ഇത് പൊന്തി നിൽക്കണമല്ലോ, നമ്മളൊരു 3 എങ്കിലും എടുത്താൽ മതിയോ. ഓക്കെ, ഇനി ഇതിന് നമ്മൾ ഇങ്ങനെ വരച്ചു കൊടുക്കുകയാണ്. ഇത് കട്ട് ചെയ്യേണ്ട പോർഷനാണ് കേട്ടോ. മുകളിൽ കവർ ചെയ്ത് വരുന്ന പോർഷനാണ് നമ്മൾ ഈ വരയ്ക്കുന്നത്. നമുക്ക് കട്ട് ചെയ്യണം. കട്ട് ചെയ്തിട്ട് ഒട്ടിക്കേണ്ട ഭാഗമാണ്. ഓക്കെ, നമ്മുടെ സ്ട്രിപ്പ് ഇപ്പോൾ നമ്മുടെ പേപ്പർ ഇപ്പോൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇനി നമ്മൾ ഈ ഭാഗങ്ങൾ കട്ട് ചെയ്യുന്നു. ഫസ്റ്റ് കട്ട് ചെയ്യുന്നതിന് മുൻപ് നമ്മൾ ഈ മടക്കുകൾ ഒന്ന് കൈകൊണ്ട് ഇങ്ങനെ മടക്കി കൊടുക്കുക. ഓക്കെ, ഇതിങ്ങനെ മടക്കി കൊടുക്കുക. നെക്സ്റ്റ് ലൈനും നമ്മളിങ്ങനെ കൈ വെച്ചൊന്ന് മടക്കി കൊടുക്കുക. ഓക്കെ, ഈ പോർഷൻ നമുക്ക് കട്ട് ചെയ്ത് കളയാം. നമുക്ക് ഇത്രേ വേണ്ടൂ, ഒരു പേപ്പറിൻ്റെ ഇത്ര ഭാഗം വേണ്ടൂ. ഓക്കെ, ഇനി നമുക്ക് കട്ട് ചെയ്യാം. ഈ കാറ്റർപില്ലർ എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ മക്കളൊക്കെ KG-യിലാണ് പഠിക്കുന്നത്. അവർക്ക് ഫസ്റ്റ് പഠിപ്പിച്ചത് കാറ്റർപില്ലറിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ അവർക്ക് വരയ്ക്കാനും എളുപ്പമാണ്. പിന്നെ അതിങ്ങനെ പൂമ്പാറ്റയായി പറന്നു പോകുന്നു എന്നൊക്കെ പറയുമ്പോൾ, സ്റ്റോറിയൊക്കെ പറയുമ്പോൾ ഒരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. അപ്പം അന്ന് പഠിച്ചിട്ടുള്ളതാ.
ഓക്കെ, നമ്മളിങ്ങനെ കട്ട് ചെയ്ത പേപ്പർ ഉണ്ട്. ഇനി എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇവിടെ നീളത്തിലങ്ങ് പശ തേക്കാം. കുട്ടികളെ നമുക്ക് ഞെട്ടിക്കാൻ പറ്റും. അവർക്കിതൊക്കെ ഒത്തിരി ഇഷ്ടമാണ്, ഇതൊക്കെ ഉണ്ടാക്കി കാണുന്നതും അവർ ഒപ്പിരുത്തി ഉണ്ടാക്കുന്നതൊക്കെ. ഇനി നമുക്കിത് ജസ്റ്റ് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. ഓക്കെ, ഓക്കെ. ഇപ്പം നമുക്ക് കാറ്റർപില്ലറിൻ്റെ ശരീരം കിട്ടി. ഇതിങ്ങനെ വളഞ്ഞ് ഭയങ്കരമായിട്ട് ഫ്ലെക്സിബിളാണ് ഇങ്ങനെ കട്ട് ചെയ്ത കാരണം. ഓക്കെ, ഇനി നമുക്കതിൻ്റെ ഫേസ് വേണം. ഇപ്പം ഞാനതിന് ഇവിടെ റെഡ് കളർ പേപ്പറാണ് എടുക്കുന്നത്. റെഡ് കളർ പേപ്പർ എടുക്കുന്നു. നേരത്തെ എടുത്ത് വെച്ച പേപ്പറിൻ്റെ ഭാഗം അതിലൊരു സർക്കിൾ കട്ട് ചെയ്യുന്നു. ഒരു സർക്കിൾ കട്ട് ചെയ്തിട്ടുണ്ട്. കുഞ്ഞു കാറ്റർപില്ലറായ കാരണം വണ്ണം അധികം ഇല്ലാത്ത കാരണം ഒരു വണ്ണമില്ലാത്തൊരു ഫേസ്. ഓക്കെ, ഒരു ചെറിയൊരു ഫേസ് കട്ട് ചെയ്തിട്ട് ഒരു സർക്കിൾ കട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ നമുക്കിനി ഫേസ് വരയ്ക്കാം. 2 കുഞ്ഞ് ചെറിയ കണ്ണ്, ചിരിച്ചിരുന്നോട്ടെ അല്ലേ. പിള്ളേറിൻ്റെ ഫേസ് ശരിയായി. ഇനി നമുക്ക് അതിന് 2 കൊമ്പ് കൊടുക്കാം. അതിന് നേരത്തെ പോലെ തന്നെ ഒരു സ്റ്റെപ്പ് എടുത്തു. അതിങ്ങനെ 2ആക്കി മുറിച്ചു. ജസ്റ്റ് അതിൻ്റെ ടോപ്പ് മാത്രം ഒന്ന് റോൾ ചെയ്യാം. ഓക്കെ, അതുപോലെ മറ്റൊരെണ്ണം എടുത്തു. റോൾ ചെയ്യാം. നമുക്കത് ഇവിടെ സ്റ്റിക്ക് ചെയ്യാം. ഓക്കെ, ഓക്കെ, ഇപ്പോൾ ഫേസ് ആയി അല്ലേ. ഇനി ഇത് നമുക്ക് എവിടെ ഒട്ടിക്കുക? അപ്പം അതിന് ഫസ്റ്റത്തെ ഈ റാ പോലത്തെ ഷേപ്പ് നമുക്കൊന്ന് ഉടയ്ക്കാം. എന്നിട്ട് അതിങ്ങനെ ഒന്ന് മടക്കാം. ഓക്കെ, എന്നിട്ട് നമുക്ക് ഇവിടെ ഒട്ടിച്ചു കൊടുക്കാം. പശ ഓക്കെ, നമ്മുടെ കാറ്റർപില്ലർ ഇപ്പോൾ റെഡിയായി കഴിഞ്ഞു. അടുത്തതായി വളരെ ഭംഗിയുള്ള ഒരു പൂമ്പാറ്റൻ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനായിട്ട് നമ്മളൊരു റോസ് കളറിലുള്ള ഒരു പീസ് പേപ്പറാണ് എടുത്തിരിക്കുന്നത്, ഒരു ചതുര പേപ്പർ. അതിനെ നമ്മളാദ്യം 2ആയി മടക്കുന്നു. പിന്നെ ഉള്ളിലേക്ക് ഇങ്ങനെ മടക്കുക. 2 സൈഡിൽ നിന്നും ഉള്ളിലേക്ക് ഇങ്ങനെ മടക്കുക. ഇതിൻ്റെ പകുതിയിൽ കൂടുതൽ എടുത്തിട്ട് ഈ ഒരു മാർക്ക് വെച്ചിട്ട് അവിടെ നിന്ന് ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ കോണായിട്ട് മടക്കുക. സെയിം ഇവിടെയും ഇങ്ങനെ മടക്കുക. ഓക്കെ, അതുപോലെ ഓപ്പോസിറ്റ് സൈഡ് ഇങ്ങനെ കയറ്റി മടക്കുക. ഇവിടെയും അതുപോലെ കയറ്റി മടക്കുക. ഓക്കെ, ഓക്കെ ആയല്ലോ. ഇനി ഈസിയാണ്. ഇതാ ഇതിങ്ങനെ ഈസിയാണ്. ഇനി നമ്മളിതിങ്ങനെ മടക്കുന്നു, ഓപ്പോസിറ്റ് ഇങ്ങനെ മടക്കുന്നു. വിഷറി മടക്കാറില്ലേ അതുപോലെ
മടക്കാം. നമ്മളിപ്പോൾ ഇത് മടക്കി കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നേരത്തെ ഒരു സ്ട്രിപ്പ് എടുത്ത് വെച്ചിരുന്നില്ലേ, വലിയൊരു സ്ട്രിപ്പ്, അതിൻ്റെ 2 ഭാഗവും ഇങ്ങനെ ഒന്ന് ചുരുട്ടി കൊടുക്കാം. എന്നിട്ട് ഇതിനോട് ചേർത്ത് പിടിക്കാം. എന്നിട്ട് വേറൊരു കഷ്ണം പേപ്പർ എടുത്തിട്ട് ഇങ്ങനെ ഇതിൻ്റെ നടുക്കേ കൂടെ ചുറ്റി കൊടുക്കാം. എന്നിട്ട് ഇവിടെ ഈ അറ്റത്ത് പശ വെച്ച് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. കഴിഞ്ഞു. നമ്മുടെ പൂമ്പാറ്റ റെഡിയായി കഴിഞ്ഞു. ഈസി ആയിട്ട് ഈസി ആയിട്ടുള്ള ലേഡി ബഗ്, അതുപോലെ കാറ്റർപില്ലറും പൂമ്പാറ്റയും ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. കുട്ടികൾക്കൊക്കെ വളരെ എളുപ്പം ഉണ്ടാക്കാവുന്നതാണ്. എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.